വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു പൊതുയോഗം പോലും നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ RSSും BJPയും അതിന്റെ മാധ്യമങ്ങളും ചേർന്ന് പ്രചരിപ്പിക്കുന്ന മുസ്ലിം ഭീകരതയെക്കുറിച്ച്, മൗദൂദിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഗിന്നസ് ബുക്കിന് അടുത്തെത്തിയിട്ടുണ്ടാവും ഒരുപക്ഷെ ഇപ്പോഴേ. ആരുടെ അജണ്ടകളാണ് ഇവർ നടപ്പിലാക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ APCR എന്ന് പറഞ്ഞൊരു സംഘടന, അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഫോർ ദ സിവിൽ റൈറ്റ്സ്, ഡൽഹി ആസ്ഥാനമായിട്ടുള്ള മനുഷ്യാവകാശ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിന്റെ അധ്യക്ഷൻ ഗുജറാത്തുകാരനായിട്ടുള്ള ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. അദ്ദേഹത്തിന്റെ മകൻ കുറെ കാലമായി, വർഷങ്ങളായി കോട്ട പ്രകാരം ചെയ്യില്ല. എന്താ കാരണം അറിയുന്നത്? രാജ്യത്ത് നടക്കുന്ന, പ്രത്യേകിച്ച് ഗുജറാത്തിൽ നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ ഭീകരന്മാർ എന്ന മുദ്രകുത്തി നടത്തുന്ന ഭരണകൂട ഭീകരതകൾക്കെതിരെ നിയമപരമായി അദ്ദേഹം പോരാടും. സ്വന്തം മകനെ തന്നെ ബലി നൽകേണ്ടി വന്നു. ഷാഹിദ് ആസ്മിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഷാഹിദ് ആസ്മിക്ക് സ്വന്തം ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്നു. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, നിയമവ്യവസ്ഥ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ധീരന്മാരുടെ പോരാട്ടമാണ്, ആൺകുട്ടികളുടെ പോരാട്ടമാണ്. ഭരണകൂടത്തിന് മുമ്പിൽ മുട്ടിലെറിയുന്ന, ഓച്ചാനിച്ചു നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനാ നേതൃത്വത്തിൽ നിന്ന് അത് നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല. പക്ഷെ അവരത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന്റെ നിഗൂഢതകൾ കണ്ടെത്തുവാൻ, ഇതിന്റെ മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുവാനുള്ള ശേഷി ആര്യാട ഷൗക്കത്തിനോ KM ഷാജിക്കോ ഇല്ല, ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പാണ്. പക്ഷെ നമ്മൾ ചുരുങ്ങിയത് മാന്യത കാണിക്കാനുണ്ട്. ഇതിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരെ ക്രൂരമായി വേട്ടയാടുമ്പോൾ മിണ്ടാതെ നിൽക്കാനെങ്കിലും, മാന്യമായി മാറി നിൽക്കാനെങ്കിലുമുള്ള ഒരു മിനിമം മാന്യത, സാംസ്കാരിക മാന്യത ഇവർ കാണിക്കേണ്ടതായിരുന്നു. ഇവരാരും കാണിക്കും. RSSനോടൊപ്പം ചേർന്ന് മുസ്ലിം സംഘടനകളെയും മുസ്ലിം ചെറുപ്പക്കാരെയും വേട്ടയാടുന്ന ചെന്നായ്ക്കളോടൊപ്പം കൂടുവാനാണ് ഇവർ ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ട്. അതിന്റെ പരിണിതിയാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി അസീമാനന്ദ, നമ്മൾ വിചാരിച്ച് സ്വാമി അസീമാനന്ദ സാക്ഷാൽ സ്വാമി എന്ന് വന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ, നമ്മളെ കുട്ടിയാണിത് മുഴുവൻ പൊട്ടിച്ചത്. അത് നമ്മൾ വിചാരിച്ച് ഇവരൊക്കെ ഒന്ന് ഇളകും, ഇപ്പോഴെങ്കിലും നടക്കും. മൗദൂദിന്റെ ബുക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അന്വേഷണം ഇവർ ആവശ്യപ്പെടും. 2 MP അവിടെ ഉള്ളല്ലേ, അപ്പോൾ അവിടെ എന്തെങ്കിലും ബഹളമൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം നമ്മളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതായത് വെള്ളിയാഴ്ച ഇങ്ങനെ TV-ന്റെ മുമ്പിൽ വരുന്നത് കഴിച്ചിലായിപ്പോയി എന്ന് വിചാരിച്ചു. മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ നിൽക്കല്ലേ. നമ്മളെ സമുദായത്തിന്റെ ഏക രാഷ്ട്രീയ പാർട്ടിയല്ലേ, സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന, സമുദായത്തിന്റെ സകലമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ള ഏക രാഷ്ട്രീയ പാർട്ടി, അതിന്റെ ഏറ്റവും വലിയ നേതാവാണ് വരുന്നത്. അപ്പൊ സമുദായം രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് വിചാരിച്ചിങ്ങനെ ആനന്ദാതിരേകത്താൽ TV-യുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഇത് കഥ വേറെയാണ് സുഹൃത്തുക്കൾ. ഇത് സ്വാമി അസീമാനന്ദ എന്ന ഭീകരജീവിയെ കുറിച്ചല്ല, സ്വന്തം പാർട്ടിക്കകത്തും കുടുംബത്തിനകത്തു തന്നെയുമുള്ള ഭീകരജീവികളെ കുറിച്ച് കെട്ടുമാറിയ കഥകൾ സമുദായത്തിന് മുമ്പിൽ അട്ടിപ്പേറായി കെട്ടിവെക്കുകയാണ് സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത്. എന്തൊരു നാണക്കേടാണ്. ഒരു സമുദായം അത്യന്തം സങ്കീർണമായിട്ടുള്ള, പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് വളരെ നിർണായകമായ ഒരു മുഹൂർത്തം വന്നെത്തിയപ്പോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ RSS ഭീകരതയുടെ കള്ളക്കഥകൾ നാടിന് മുമ്പാകെ തുറന്നു വന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് എന്ത് ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നു. അവരെന്ത് കഥകളാണ്, എന്തുമാത്രം നാണം കെട്ട അറപ്പുളവാക്കുന്ന കഥകളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാന്യന്മാർക്ക് TV-യുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികളെ ബന്ധന്മാരെ കൂട്ടി ആകെ നമുക്ക് ഇതിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയ വാർത്തയുടെ സമയത്ത് അതും ഇല്ലാണ്ടായി. ഒരു പാർട്ടി ഒരു നാടിന് ചെയ്ത സംഭാവനകൾ
എന്താണ് ഇതിന്റെ അർത്ഥം? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇതിപ്പോ പറയുന്ന ഗൂഢാലോചനയാണ്. ആരെ ഗൂഢാലോചന? കഴിഞ്ഞ ദിവസം ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ പ്രസംഗം പത്രത്തിൽ വായിച്ചു. എന്താ വാർത്ത? നല്ല പ്രസംഗം. മുനീർ സാഹിബിനെതിരായിട്ടുള്ള കേസ് പിരിവെടുത്തും ഞങ്ങൾ നേരിടും, രാഷ്ട്രീയമായി നിയമപരമായി നേരിടും. ആരെ കേസ് കൊടുത്തെന്ന് അറിയുന്നത്? സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരുമകനായിട്ട് അബ്ദുൽ ഹസീബ് തങ്ങളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കുറേ കേസ്, ഏറ്റവും പ്രധാനപ്പെട്ട കേസ് സാക്ഷാൽ സംസ്ഥാന പ്രസിഡന്റിന്റെ മരുമകൻ, അതും ഒരു തങ്ങളുടെ കേസാണ്. എന്താ കേസ് അറിയാം? വണ്ടിച്ചേക്ക്. തങ്ങന്മാരെ ആദരിക്കുന്ന പാർട്ടിയാണ് അറിയാം. തങ്ങന്മാർക്ക് വണ്ടിച്ചേക്ക് നൽകുന്നത് എന്ത് പാർട്ടിയാണ്? ഇതിലും വലിയ ഒരു അനാദരവ് തങ്ങന്മാരോട് കാണിക്കാനുണ്ട്. അപ്പൊ ആര് ഗൂഢാലോചന നടത്തി? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് ഗൂഢാലോചന നടത്തി. പക്ഷെ മുമ്പ് ആ കഥകളൊക്കെ വരുന്നത് സംസ്ഥാന സെക്രട്ടറി അതേ ചാനൽ. അപ്പൊ ആരാ ഗൂഢാലോചന നടത്തിയത്? മുനീറിനെതിരായുള്ള കേസ് സംസ്ഥാന പ്രസിഡന്റിന്റെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരുമകൻ കൊടുത്തത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരായുള്ള വാർത്തകൾ കൊണ്ടുവരുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ ചാനൽ. എന്നിട്ട് പറയുന്നത് ഗൂഢാലോചന നടത്തി. ആർക്കെതിരെയാണ് ഗൂഢാലോചന നടത്തുന്നത്? സുഹൃത്തുക്കളെ, പരസ്പരം വിശ്വാസമില്ലാത്ത, പരസ്പരം പാരവെക്കുന്ന, പരസ്പരം പെണ്ണുകഥകൾ പ്രചരിപ്പിക്കുന്ന, പരസ്പരം അള്ളുവെക്കുന്ന ഒരു നേതൃത്വം എങ്ങനെയാണ് ഈ സമുദായത്തെ രക്ഷിക്കാൻ കഴിയുക? ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ കഴിയുക? എന്തുകൊണ്ട് ഈയൊരു പതനത്തിലെത്തി എന്ന് ചോദിച്ചാൽ ഇത് ചരിത്രത്തിന്റെ നീതിയാണ്. ചരിത്രത്തിന്റെ നീതിയാണ്. പാപത്തിന്റെ ശമ്പളം പലിശ സഹിതം എല്ലാവരും ഏറ്റുവാങ്ങേണ്ടി വരും. ഇതിന്റെ കാര്യത്തിൽ മാത്രം 30 വർഷമായി, കഴിഞ്ഞ 30 വർഷമായി ഒരു രാജ്യത്തെ തന്നെ, ഈജിപ്ത് എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ തന്നെ പട്ടാളത്തെയും പോലീസിനെയും മാധ്യമങ്ങളെയും സകല സംവിധാനങ്ങളെയും ഉപയോഗിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സമ്പൂർണ്ണ പിന്തുണയോടുകൂടി കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരുന്ന ഹുസ്നി മുബാറക് എന്ന് പറയുന്ന ഭീകര സ്വേച്ഛാധിപതി 18 ദിവസത്തെ സമരത്തിനൊടുവിൽ നാട് വിട്ടോടേണ്ടി വന്നു. ഇപ്പൊ എവിടെയാണ് ഇവരുള്ളത് എന്ന് പോലും ആർക്കും അറിയില്ല. എന്തുകൊണ്ട് ഹുസ്നി മുബാറക്കിന് അത് സംഭവിച്ചു? ഹുസ്നി മുബാറക്കിന് അത് സംഭവിക്കാമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹുസ്നി മുബാറക്കുമാർക്കും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സമയത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്നുള്ളതാണ് ഹുസ്നി മുബാറക്കിന്റെ കഥ, ഈജിപ്തിന്റെ കഥ അതാണ് തെളിയിക്കുന്നത്. സൈനുൽ ആബ്ദീന്റെ ടുണീഷ്യയുടെ കഥ അതാണ് തെളിയിക്കുന്നത്. അസീം ആനന്ദയുടെ കഥ അതാണ് തെളിയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടക്കഥകൾ അതും അതുതന്നെയാണ് കാണിക്കുന്നത്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുന്ന ശക്തികളും പ്രസ്ഥാനങ്ങളും അവയെ തകർക്കുവാൻ എത്രത്തോളം വിദ്രോഹ നിഗൂഢ ശക്തികളുമായി ചേർന്ന് അവയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും ദൈവത്തിന്റെ നീതി, ചരിത്രത്തിന്റെ നീതി അതൊരു നാൾ പുലരും എന്നുള്ളതിന്റെ വലിയ വലിയ പാഠങ്ങളാണ്. വലിയ വലിയ പാഠങ്ങളാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. അതിനാൽ ശുഭപ്രതീക്ഷയുള്ളവരാകുക. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും സത്യത്തിനും നീതിക്കും മനുഷ്യാവകാശത്തിനും വേണ്ടിയുള്ള സമരത്തിൽ ധീരമായി, അഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ നെഞ്ചു പിരിച്ച് മുന്നോട്ട് പോവുക. ഫറോവമാർ, ഹുസ്നി മുബാറക്കുമാർ, അസീമാനന്ദമാർ അവർ തകർന്നടിയുക തന്നെ ചെയ്യും എന്ന സന്ദേശം മാത്രം നൽകിക്കൊണ്ട് ഈ മഹത്തായ